ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയ്ക്ക് നേരെ നടന്ന ആക്രമണത്തെ തുടർന്ന് ബിജെപി നേതാക്കളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. വലിയ സുരക്ഷാ വീഴ്ചയാണ് ഇന്ന് രാവിലെ സംഭവിച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെ ഔദ്യോഗിക വസതിയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിക്കിടെയാണ് ഒരാൾ കരണത്തടിക്കുകയും തലമുടി പിടിച്ചു വലിക്കുകയും ചെയ്തത്. സംഭവത്തിൽ 30-കാരനാണ് പിടിയിലായിരിക്കുന്നത്. ആക്രമണത്തിന് പിന്നാലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ചേർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. രേഖാ ഗുപ്തയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചില കടലാസുകൾ നൽകിയ ശേഷമാണ് ദില്ലി മുഖ്യമന്ത്രി രേഖാ ഗുപ്തയെ യുവാവ് ആക്രമിച്ചത് എന്ന് ദില്ലി ബിജെപി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ് പറഞ്ഞു. മുഖ്യമന്ത്രിയെ ഡോക്ടർമാർ പരിശോധിച്ചു. ആരോഗ്യനില തൃപ്തികരമാണ്. മുഖ്യമന്ത്രിയെ ആക്രമിച്ച സംഭവത്തിൽ ഗുജറാത്ത് സ്വദേശി എന്ന് അവകാശപ്പെട്ട രാജേഷിനെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. രാജ്കോട്ട് സ്വദേശി എന്നാണ് ഇയാൾ പറഞ്ഞത്. പേരുൾപ്പെടെ ഇയാൾ പറഞ്ഞ കാര്യങ്ങൾ ശരിയാണോ എന്ന് പോലീസ് അന്വേഷിക്കുകയാണ്. ഗുജറാത്ത് പോലീസിന്റെ ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിക്കുകയാണ് എന്ന് ദില്ലി പോലീസ് അറിയിച്ചു. രാവിലെ നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ ഒരു യുവാവ് മുഖ്യമന്ത്രിയെ സമീപിച്ച ചില രേഖകൾ നൽകി. തുടർന്ന് അയാൾ മുഖ്യമന്ത്രിയെ തന്റെ അടുത്തേക്ക് വലിക്കാൻ ശ്രമിച്ചു. മുഖ്യമന്ത്രി ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിയിട്ടില്ല എന്നും മുഖ്യമന്ത്രി പരാതി കേൾക്കുമ്പോൾ പെട്ടെന്ന് പിന്നിൽ നിന്ന് ബഹളം കേൾക്കുകയായിരുന്നു. ഞങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും പോലീസ് ആക്രമിയെ കൊണ്ടുപോയിരുന്നു എന്നാണ് ദൃക്സാക്ഷി വാർത്താ ഏജൻസിയോട് പറഞ്ഞിരിക്കുന്നത്. രാവിലെ ഔദ്യോഗിക വസതിയിൽ നടന്ന ജനസമ്പർക്ക പരിപാടിയിൽ വെച്ചാണ് ഇത്തരത്തിലൊരു ആക്രമണം മുഖ്യമന്ത്രിക്ക് നേരെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഈ ആക്രമണം വലിയൊരു സുരക്ഷാ വീഴ്ച എന്നതിലുപരി ബംഗ്ലാദേശ് കുടിയേറ്റക്കാരുടെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇപ്പോൾ കണക്ട് ചെയ്ത് സംസാരിക്കുന്നത്. കാരണം ഇത്തരത്തിലുള്ള കുടിയേറ്റക്കാർ രാജ്യ സുരക്ഷയ്ക്ക് വലിയ തോതിലാണ് ഭീഷണിയാകുന്നത്. തന്നെയുമല്ല ബി.ജെ.പി നേതാക്കന്മാർക്ക് ഉന്നത സ്ഥാനങ്ങളിലിരിക്കുന്ന മന്ത്രിമാർ അതുപോലെയുള്ളവർക്കൊക്കെ നിരവധി ഭീഷണികൾ വരുന്നുണ്ട് എന്നത് കാര്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. ഇതിനു മുൻപ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടത് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയാണ്. അതും സ്വവസതിയിൽ വെച്ചാണ്. ആ ആക്രമണത്തിൽ ഇന്ദിരാഗാന്ധിക്ക് സ്വന്തം ജീവൻ വരെ നഷ്ടപ്പെട്ടിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ ഇങ്ങനെ ഔദ്യോഗിക വസതിയിൽ വെച്ച് ഇങ്ങനെ ഒരു ആക്രമണം ഒരു പബ്ലിക്കിൽ നിന്നുണ്ടായതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ ഗൗരവമായി തന്നെയാണ് പരിഗണിക്കുന്നത്. പരാതി നൽകാൻ എന്ന വ്യാജേന അടുത്തെത്തിയ ആൾ മുഖ്യമന്ത്രിയെ അടിച്ചു. അതിനുശേഷം മുടി പിടിച്ചു വലിച്ചു. ബുധനാഴ്ചകളിൽ മുഖ്യമന്ത്രി സ്ഥിരമായി ജനസമ്പർക്ക പരിപാടി നടത്താറുണ്ട്. ഇയാൾ മുഖ്യമന്ത്രിയുടെ നേരെ ഭാരമേറിയ വസ്തു എറിഞ്ഞുവെന്നും വിവരമുണ്ട്. ഇയാളെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റി ചോദ്യം ചെയ്യുകയാണ്. ഇയാൾക്ക് ഏതെങ്കിലും രാഷ്ട്രീയ ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കുകയാണ്. ഒരു പ്രകോപനവും ഇല്ലാതെയാണ് ആക്രമണം നടത്തിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത്. ആക്രമണത്തെ അപലപിച്ച് മറ്റ് രാഷ്ട്രീയ കക്ഷികൾ രംഗത്ത് വന്നു. ഗുരുതരമായ സുരക്ഷാ വീഴ്ചയാണ് ഉണ്ടായത് എന്ന് കോൺഗ്രസ് ചൂണ്ടിക്കാട്ടി. ദില്ലി ബിജെപി പ്രസിഡന്റ് വീരേന്ദ്ര സച്ദേവ് സംഭവത്തെ അപലപിച്ചു. ഇതിന് ഉത്തരവാദികളായവർക്കെതിരെ നടപടിയെടുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും ഈ ആക്രമണത്തിന് തുനിഞ്ഞ വ്യക്തി ഒരു നായപ്രേമിയാണ് എന്നാണ് പറയുന്നത്. ഈ അടുത്ത ദിവസങ്ങളിൽ നായകളുമായി ബന്ധപ്പെട്ടുണ്ടായ വിധിയിൽ ഡൽഹി NCRലെ തെരുവുനായ്ക്കളെ പിടികൂടി ഷെൽട്ടറുകളിലേക്ക് മാറ്റണം എന്ന സുപ്രീം കോടതിയുടെ സമീപകാല വിധിയിൽ ഇയാൾ അസ്വസ്ഥനാണ് എന്നും ദൃക്സാക്ഷി വിവരണങ്ങൾ പ്രകാരം സംഭാഷണത്തിനിടയിൽ ഇയാൾ നിലവിളിക്കാൻ തുടങ്ങിയെന്നും അതിനുശേഷം മുഖ്യമന്ത്രിയെ ആക്രമിച്ചുവെന്നും ചില ദൃക്സാക്ഷികൾ ഇയാൾ മദ്യപിച്ചു കാണപ്പെട്ടതായി എന്നും അവകാശപ്പെടുന്നുണ്ട്. എന്നാൽ ഇതൊന്നും ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല. ആക്രമണത്തിന് കാരണം എന്താണ് എന്ന് ദില്ലി പോലീസ് അന്വേഷിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇയാളുടെ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. താമസക്കാരുടെ പ്രശ്നങ്ങൾ കേൾക്കുന്നതിനായി ജൻസുൻവായ് യോഗത്തിൽ പങ്കെടുക്കുന്നതിനിടെയാണ് ഇന്ന് രാവിലെ മുഖ്യമന്ത്രിയുടെ വസതിയിൽ നടന്ന പൊതുചർച്ചയ്ക്കിടെ മുഖ്യമന്ത്രി രേഖാ ഗുപ്ത ആക്രമിക്കപ്പെട്ടത്. ആക്രമണത്തിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെന്ന് സംശയിക്കുന്നതായിട്ടാണ് ബിജെപി പറയുന്നത്. മുഖ്യമന്ത്രിയുടെ പ്രവർത്തനങ്ങളെ എതിരാളികൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല എന്നും ആക്രമണകാരിയുടെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ അന്വേഷണം നടക്കുന്നുണ്ട് എന്നും ഡൽഹി മന്ത്രി മഞ്ജീന്ദർ സിംഗ് സിർസ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മൻസ്.